ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് സാറ്റർഡേ നൈറ്റ് അതുപോലെ സൺഡേത്തെ ഉച്ച വരെ ഈവനിങ് വരെയുള്ളൊരു വീഡിയോ ആണ്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് നമുക്ക് ചപ്പാത്തി കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടല വെന്തതിന് ശേഷം ഇതേപോലെ സവാള അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ആവശ്യത്തിന് പൊടികളും മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കറി റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ചപ്പാത്തിയും കടലയും എടുത്തതിൻ്റെ കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലേക്കായിട്ട്. അപ്പോൾ രാവിലെ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ മോൾക്ക് വയ്യ, പനിയാണ്, ചുമയൊക്കെയാണ്. അപ്പോൾ അവളെ വിടണില്ല. പിന്നെ ഉണ്ണി ഉണ്ടാവും. പക്ഷേ മൂത്ത ആൾക്കിന്ന് സ്കൂളുണ്ട് കേട്ടോ. അവൾ പോയി. അപ്പോൾ അവൾക്കുള്ള ടിഫിനൊക്കെ പാക്ക് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകും. അപ്പോൾ എന്തായാലും ഉറക്കം പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് വാഷിങ്ങിന് ഉണ്ടായിരുന്നു, അത് ഇട്ടു. പിന്നെ ടിഷ്യൂസ് കഴിഞ്ഞായിരുന്നു, അത് മാറ്റി ബോക്സിൽ പൊട്ടിച്ച് വെച്ചായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റ എണീറ്റു. കുഞ്ഞാറ്റയ്ക്ക് ഫുഡ് കൊടുത്തു. പിന്നെ അവളിങ്ങനെ ജല്ലേമയൊക്കെ ചാടി കളിച്ച് കഴിച്ചു. പിന്നെ ഇത് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. തലേദിവസം ഇന്നലെ രാത്രിയുടെ തുണികളുണ്ടായിരുന്നു, അത് കയറ്റി വെക്കണം. പിന്നെ ഞാൻ വാഷ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ തുണികൾ ഇടും വേണം. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിക്ക് 2-3 ഇല കൂടുതൽ വന്നിട്ടുണ്ട്, വലുതായി വരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് പറിച്ച് നടാനുണ്ട്, കുറച്ചും കൂടി ആവട്ടെ കേട്ടോ. ബാക്കി ചെടികളൊക്കെ എന്താണാവോ വാടിപ്പോയിട്ടുണ്ട്. എന്നാൽ മുകളിൽ വെച്ച ചെടികൾക്ക് വലിയ കുഴപ്പമില്ല. ഇത് എ സിയുടെ മുകളിൽ വെച്ചുകൊണ്ടാണോ എന്നറിയില്ല, അല്ല ചൂട് കാറ്റ് തട്ടിയിട്ടാണോ എന്നറിയത്തില്ല കേട്ടോ. വാട്ടം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് കേട്ടോ ബാൽക്കണിക്ക് നമ്മളിവിടെ പണ്ട് പ്രാവ് വരുമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ബേഡ്സിൻ്റെ ശല്യമായിരുന്നു. എല്ലാതരം പ്രാവുകളും കിളികളും വരുമായിരുന്നു. അപ്പോൾ അത് കാഷ്ടിച്ചിട്ടിട്ടും പിന്നെ എന്താ പറയുക, കുഞ്ഞുങ്ങളിലൊക്കെ വെച്ചിട്ട് ഭയങ്കര വൃത്തികേടും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നെറ്റ് അടിച്ചു കേട്ടോ. അപ്പോൾ നെറ്റ് അടിച്ചിട്ട് നോക്കിയപ്പോൾ നല്ല സൗകര്യമാണ്. പ്രാവുകളുടെ ശല്യമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് തുണികളിടുമ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഉച്ചത്തെ പണികളൊക്കെ കഴിഞ്ഞ് മോള് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ഇത് വാവ ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വാവേനെയും ബൈക്കിൽ ഇതുപോലെ കൊണ്ടുപോകാം. വാവേനെയും ഉറക്കാൻ കൊണ്ടുപോകാൻ പാലൊക്കെ കുടിപ്പിച്ച് ബൈക്ക് മെരുത്തി ഞങ്ങൾ പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്നു കേട്ടോ. കിടന്നതിന് ശേഷം അതേ ഗോതമ്പ് മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി വെറൈറ്റി ആക്കാനായിട്ട് നമ്മളിന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചത്. വീട്ടിൽ ഉള്ള ദിവസമായതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെച്ചായിരുന്നു. പിന്നെ ഇത് ആ മാവ് കൊണ്ട് പനിയാരം ഉണ്ടാക്കി. ബാക്കി പണികളൊക്കെ എടുത്തു വെച്ചു. നമുക്കിന്ന് പള്ളിയിൽ പോകുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാ വർക്കുകളൊക്കെ കഴിഞ്ഞ് എടുത്തു വെച്ച് നമ്മളിന്ന് പള്ളിയിൽ പോകണം കേട്ടോ. പോയി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, ഒന്ന് ചൂടാക്കി കഴിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഇട്ട് നോക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫ്രൈഡേ അവാർഡ്സ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവാർഡ്സ് ഡേയുടെ ഫോട്ടോസാണ്, ഞങ്ങളുടെ സിസ്റ്റേഴ്സാണ്. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ പിള്ളേരാണ്, വെൽക്കമിനൊക്കെ നിന്ന് പിള്ളേരും ഡാൻസിൻ്റെ പിള്ളേരുടെയൊക്കെ പ്രോഗ്രാംസ്. എല്ലാ പ്രോഗ്രാമും ഒന്നും കാണാൻ പറ്റിയില്ല, ചിലതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാൻ ടീച്ചേഴ്സ് ഇട്ട ഫോട്ടോസാണ് കേട്ടോ അത് എടുത്തേക്കണേ. പിന്നെ ഇത് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സും കുട്ടികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഈ ലാസ്റ്റ് ഫോട്ടോ ഞാൻ ഡ്രസ്സ് മാറി പോകാൻ വേണ്ടി ഇരിക്കുന്നതൊക്കെ മുന്നെടുത്തൊരു ഷോട്ടാണ് കേട്ടോ.